നമ്മൾ കുറേ കാലമായിട്ട് ഇപ്പം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു വാക്ക് കഴിഞ്ഞ് ഞാനിങ്ങനെ വന്ന സമയത്ത് ഫുള്ള് ഡിലേ ആയി. പിന്നെ ഞാനൊരു യൂട്യൂബറാണെന്നുള്ള കാര്യം എന്നോട് മറന്നുപോയി. പുറത്ത് നല്ല ചൂടാണ്. വണ്ടിയിലുള്ള ക്ലോക്കൊക്കെ ഉണ്ട്. ക്ലോക്ക് ഉണ്ടാവും അതാക്കുന്ന ചെറിയൊരു ക്ലോക്ക് ഉണ്ട്. പിന്നെ അത് ബാക്കിയുള്ള മീറ്റർ കാര്യങ്ങളൊക്കെ ആണ്. പുറത്ത് തീരെ സൗണ്ടില്ല കേട്ടോ. സൗണ്ട് ഇങ്ങനെ ക്ലിയർ ആകുന്നുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും അങ്ങനെയാണ് സ്ഥിതിഗതികൾ. പിന്നെ ഞാൻ കുറേ ആളുകളിപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത്, എന്താണ് പറ്റിയത്. അപ്പോൾ എല്ലാവർക്കുള്ള റീസണായിട്ടാണ് ഇപ്പം നമ്മൾ വന്നത്. അപ്പോൾ എന്താ റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളൊക്കെ ഒരു വിചാരമുണ്ട്, ഇവിടെ ഇപ്പം എത്തിയ എല്ലാവരും കോടീശ്വരന്മാരെയും പറ്റിയായി. പക്ഷേ അപ്പം അങ്ങനെയൊന്നുമല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടേതായിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തരണം ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞു പോകും. അപ്പം അതല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, ഒന്നും മനസ്സിലായില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഞാൻ വണ്ടിയിലായി ചെങ്ങൈൻ്റെ. അപ്പോൾ ഒരു വഴിക്ക് പോയി വരിക. ഫോണ് വണ്ടിയിലുള്ളപ്പോൾ എനിക്ക് നിങ്ങളോട് ഓപ്പണായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഒരു ഫോർമുലയിലല്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്ത്. അപ്പോൾ ആ ബീച്ചിൻ്റെ സൈഡിലുള്ള ഉറക്കു വെക്കുന്നത്. പിന്നെ എന്താ പറയാൻ വെച്ചാൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ കുറേ ആയി നിങ്ങളോട് പറയണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പറയാനല്ല. അപ്പം ഇന്നാണ് ഇപ്പോൾ അതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ ഇനിയും ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി കൂടും. അപ്പോൾ അതിനി പാടില്ല. ഇത് ഇന്ന് തന്നെ അങ്ങ് റെഡി ആയി കാണണം. കാരണം കുറേ ആളുകൾക്കൊരു വിചാരമുണ്ട്, ഇതിപ്പം ദുബായ് അല്ലേ, ദുബായ് ആണ്, ഇവിടെ എന്തോ ഈ മറ്റേ ആപ്പിളിൻ്റെ മരം പോലെ ഇവിടെ എന്തോ പൈസൻ്റെ മരം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ കുറേ അന്വേഷിച്ചാൽ അങ്ങനത്തെ മരം ഉണ്ടെങ്കിൽ ഞാൻ തയ്യൊക്കെ വാങ്ങി വെച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം അങ്ങനത്തെ ഒരു സംഭവമില്ല. പിന്നെ ആളുകൾക്ക് ഇങ്ങനെ കുത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ വലിയ സംഭവമായാലും എനിക്കിപ്പോൾ നമ്മളെ വിളിക്കാനോ നമ്മൾ ഇതാക്കാനോ മൈൻഡ് ചെയ്യാനോ നേരമല്ലല്ലോ. ഇതിപ്പോൾ നാട്ടിൽ വന്നാൽ ഞങ്ങളിപ്പോൾ ഒന്ന് മാറി തരേണ്ടി വരും. പിന്നെ വേറെ എന്തെയ്യും, ഇത് കോടീശ്വരനല്ലേ, അപ്പോൾ എനിക്കിപ്പോൾ അതൊന്നും വേണ്ടല്ലോ, മറ്റാണല്ലോ മറിച്ചാണല്ലോ. സംഗതി നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയായിരിക്കും. പക്ഷെ എന്നാലും തെറ്റ് നിങ്ങളെ ഭാഗത്ത് ഞാൻ പറയുന്നില്ല, തെറ്റിൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ എല്ലാവരും ആവശ്യം ഉണ്ടാവും. പൈസയും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ആരെയും മൈൻഡ് ചെയ്യില്ല, അതാവില്ല, സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു മൈൻഡിൽ എടുക്കണം നിങ്ങൾ. അല്ലാണ്ട് നിങ്ങളിങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ പെണുങ്ങി നിങ്ങളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്കത് വിഷയം വരും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ കൊണ്ട് ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ട് തിന്ന് ഓക്കെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് വന്ന് നോക്കണം, എന്നാലേ ഇവിടുത്തെ സ്ഥിതിയാണ്. ഇവിടെ കുറേ ചുറ്റുവട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നാട്ടിലുള്ളവരെ അല്ലെ ബന്ധുക്കാരെ സുഹൃത്തുക്കളെ ഒക്കെ ബന്ധപ്പെടാനൊക്കെ ചിലപ്പം കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു മൈൻഡിൽ നിങ്ങൾ എടുക്കണം. അല്ലാതെ ഇതിങ്ങനെ ബെനിപ്പം വലിയ സംഭവം, ബെനിപ്പം UAE ഭരിക്കുന്നത് ബെനാണെന്നുള്ള കണ്ടീഷനിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. അത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞോളാം, ഈ പൊട്ടക്കിണറ്റുള്ള എൻ്റെ മറ്റേത് സൗദ് എപ്പോഴും ഞാൻ പറയും, പൊട്ടക്കെട്ടുള്ള തവളങ്ങനെ വേറെ ഒന്നും കാണില്ല, അതിനെന്തും പറയാമല്ലോ ഉള്ള കണ്ടീഷനിൽ. അപ്പോൾ അതേമാതിരിയാണ് നിങ്ങളവസ്ഥ. നിങ്ങളൊന്ന് കുറച്ചൊന്ന് മാറി ചിന്തിക്കും. പിന്നെ വേറെ കാര്യം വെച്ചാൽ വളരെ വിഷമമുണ്ട്, സങ്കടമുണ്ട്, വേറൊന്നുമല്ല. കൂടെയുള്ള കമ്പനിക്കാർ മൊത്തം കല്യാണം കഴിച്ച് പോയി. ഇപ്പോൾ എല്ലാവരും ഇപ്പം ഒക്കെ ഒറ്റയ്ക്ക് പോകാൻ പഠിച്ച്. പണ്ട് ഇപ്പം ആൾക്കാർ വേണ്ടിനും, പണ്ട് ഞങ്ങളെല്ലാവരും 8 ആൾ ഒന്നിച്ചൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പോകില്ല, 8-10 ആളൊക്കെ 2 വണ്ടി 3 വണ്ടിയൊക്കെ ഇങ്ങനെ പോലെ. ഇപ്പോൾ ഓർക്ക് സിംഗിളായിട്ട് പോകാൻ ഓല് പഠിച്ചു. പിന്നെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് എന്താ ചെയ്യുക, കിട്ടുന്നില്ല ഇതാകുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യം. അതാണ് ഒന്നൊന്നര പ്രൊപ്പോസലുമായിട്ട് നിങ്ങൾ നോക്കുന്നില്ലേ. ഇങ്ങനെ 10-20 വയസ്സായിക്കണമെങ്കിലും പക്ഷെ അതിനുള്ള പക്വതെത്തിയില്ല എന്ന് തന്നെ ഞാൻ പറയാം. കാരണം എൻ്റെ കാര്യം പറയേണ്ടത് ഞാനല്ലേ. പിന്നെ പെണ്ണ് കെട്ടേണ്ട കാര്യം അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇപ്പം നിങ്ങളാരും എന്നെ കിട്ടിയതാക്കിയൊന്നും വേണമെന്നില്ല. ഞാൻ കിട്ടുന്നുണ്ടേ കിട്ടും, കിട്ടുന്നില്ല. അല്ലാണ്ട് പെണ്ണ് കിട്ടാത്ത പ്രശ്നമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു പോയിൻ്റാണ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യന് ഈ മേലാൽ നിങ്ങൾ ചോദിച്ചാൽ പിന്നെ ഇതായിരിക്കില്ല മറുപടി ഉണ്ടാകുക. പിന്നെ അപ്പോൾ കുറേ ആയി ഇപ്പം യൂട്യൂബിൽ വീഡിയോ കേട്ടിട്ട്. അപ്പം എന്നോട് സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, മറ്റാണ് തേങ്ങ വാങ്ങാന്നൊക്കെ എന്നോട് മറന്നു നോക്കി. അപ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ നോക്കിയ സമയത്ത് വരവ് കുറവും ചിലവ് കൂടുതലും.
അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ എങ്ങനെയായിട്ടും ടാലിയാകുന്നില്ല. ഞാനിങ്ങനെ നോക്കിയ സമയത്താണ് ഞാനൊരു യൂട്യൂബർ അല്ലയോ, അപ്പോൾ യൂട്യൂബിൽ നിന്നൊരു റവന്യൂ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ഞാൻ ആ നിന്നതിനെ പറ്റി ഞാനിങ്ങനെ നോക്കി സ്റ്റുഡിയോ ഒക്കെ എടുത്ത് $1 മിസ്സായി. അപ്പോൾ ഒരു പ്രശ്നം ഇത് പറ്റിയിട്ടുണ്ട്. യൂട്യൂബറായ പൈസ ഇങ്ങനെ വന്നുകൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്യും, പൈസ അടങ്ങുന്നു, പൈസ ഇരുന്നില്ല യൂട്യൂബ്. ഇപ്പോൾ ഏതായാലും കുറച്ച് നിങ്ങൾ സഹിക്കേണ്ടി വരും, അല്ലാണ്ടിപ്പോൾ വേറെ നിർവാഹമല്ല. പിന്നെ അതിലൊക്കെ കോമഡി. ഒരു മാളിൽ പോയ സമയത്ത് ഹായ് ബ്രോ, ഇതാരാണ്, എനിക്കിത് പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നോട് അറിയാം, ഞാൻ വീഡിയോസൊക്കെ കാണലുണ്ട്, ഞങ്ങളത് ഫാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഫാനോ, ഇത് എല്ലാവരുടെ ഫാനും ഞാൻ കണ്ടു. ഫാനോ ഞാൻ ബ്രോ ആള് മാറിപ്പോയതാണോ ചോദിച്ചു. അല്ല ബാസിത്ത്, നിങ്ങൾ തന്നെ വീഡിയോസൊക്കെ ഇടണം കേട്ടോ ബ്രോ, ഇങ്ങനെ ആക്കാണ്, അവനെന്തോ പറ്റിയോ എന്നോ. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ എന്നെ കണ്ടുപിടിച്ച്, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഹയ്യറായി എന്നൊക്കെ പറയില്ല, ഒരു രോമാഞ്ചം വന്നായി. കാരണം ഞമ്മക്കറിയ ഫാൻ ഒന്നുമില്ലെങ്കിലും ഒരു ഫാനാണെങ്കിലും ഉണ്ടല്ലോ, ഇല്ലാത്തൊരു കുറേ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ ഇതാക്കാനൊക്കെ ഒരു കൈവന്നാണല്ലോ. ഒന്ന് ദുബായിലൊക്കെ ഒന്ന് വന്ന് നോക്കി, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഇവിടെ വലിയ സംഭവമാണ്, ഇതും കെട്ടിപ്പിടിച്ച് ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഇൻഷാല്ലാ ഇപ്പോൾ അടുത്ത ദിവസം ഇൻഷാല്ലാ നാട്ടിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ ഇപ്പം സംഭവമാണെന്ന് വിചാരിച്ചാൽ ആരും നാട്ടിൽ നിൽക്കേണ്ട, ഹാപ്പി ആയിട്ടൊന്നും ഇവിടെ വലിയ ഹാപ്പി ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഉറങ്ങട്ടെ. അപ്പം ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഒന്ന് വരണ്ടെങ്കിൽ ആടടൊക്കെ ഇടുന്നോ, ഇതിങ്ങനെ നോക്കിക്കണ്ട, ഒരാളെ ആടടെ നിന്നോ, വെറുതെ ഇങ്ങോട്ട് വണ്ടി കയറാൻ നിൽക്കണ്ട. വണ്ടി കയറിയാലൊക്കെ ഈ ഒരു അവസ്ഥയിലാണ്. എന്നോട് പലരും പറഞ്ഞതാ, ബാസിത്തെ പോണ്ടട്ടോ ഇതാവടപ്പെട്ട് കണ്ടില്ലേ. ഇത് കണ്ടോ, ഇത് ഇവിടെ ഉള്ളൊരു കാറാണ്, കാറിൻ്റെ വലിപ്പം കണ്ടോ, ഓപ്പോസിറ്റ് കണ്ടോ. ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം.